നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ വട്ടം കറക്കി മുഖ്യപ്രതി പൾസർ സുനി പറയുന്നതിൽ 70% കള്ളമാണ് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സുനിയുടെ മൊഴിയെ ആശ്രയിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം. പൾസർ സുനി പറയുന്നതിലേറെയും കളവാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. പൾസർ സുനിയുടെ വാക്ക് വിശ്വസിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യമാണ്. പോലീസിനെ വഴിതെറ്റിക്കാനാണ് പൾസർ സുനി ശ്രമിക്കുന്നതെന്നും അന്വേഷണ സംഘം വിലയിരുത്തി. നടൻ ദിലീപിനെയും പൾസർ സുനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദിലീപിനെ കേസിൽ കൊടുക്കാൻ പൾസർ സുനി ശ്രമം നടത്തുകയാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി. ഈ റിപ്പോർട്ട് നാളെ IG ദിനേന്ദ്ര കശ്യപിന് കൈമാറും. അതേസമയം നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ദിലീപിന് പങ്കാളിത്തമുള്ള ദേപുട്ടിന്റെ ഉടമകളിൽ ഒരാളെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തു. കൂടാതെ നാദിർഷയുടെ സുഹൃത്തിനെയും ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന സംബന്ധിച്ച് പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളുമായി പൾസർ സുനിയുടെ സഹതടവുകാർ. ഇതേ തുടർന്ന് പൾസർ സുനിയെയും സഹതടവുകാരെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഇതിനിടെ പോലീസ് കസ്റ്റഡി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി നൽകിയ അപേക്ഷ കോടതി തള്ളി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ കഴിയവെയാണ് മുഖ്യപ്രതി പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതിനെതിരെ തൃക്കാക്കര ഇൻഫോ പാർക്ക് പോലീസ് കേസ് എടുത്തത്. സുനിക്ക് ഫോൺ കൈമാറിയത് ചെരുപ്പിൽ ഒളിപ്പിച്ചാണെന്നും സുനിയുടെ സഹതടവുകാരൻ വിഷ്ണുവാണ് ഫോൺ എത്തിച്ചതെന്നും പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജി പരിഗണിച്ച കോടതി പ്രതികളുടെ ഭാഗം കേൾക്കുന്നതിനായി അഭിഭാഷകർക്ക് അരമണിക്കൂർ സമയം അനുവദിച്ചു. തുടർന്ന് ഇരുവരെയും 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാനും ഉത്തരവിട്ടു. പോലീസ് കസ്റ്റഡിയിലായ വിപിൻലാലും വിഷ്ണുവും ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെ: ഇവിടെ നിന്നും പ്രതികളുടെ മെഡിക്കൽ പരിശോധനയ്ക്കായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക്, തുടർന്ന് ചോദ്യം ചെയ്യലിനായി പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുകയാണെന്നും ആയതിനാൽ കസ്റ്റഡി കാലാവധി അവസാനിപ്പിക്കണമെന്നുമുള്ള സുനിയുടെ അഭിഭാഷകന്റെ ഹർജി കോടതി തള്ളി. സുനിയുടെ സഹതടവുകാരായ വിപിൻലാലും വിഷ്ണുവും പരസ്പര വിരുദ്ധമായി നടത്തിയ പ്രതികരണങ്ങളും പോലീസിന് ഇനി അന്വേഷിക്കേണ്ടി വരും. ഇരുവരെയും പൾസർ സുനിയെ ചോദ്യം ചെയ്തു വരുന്ന തൃക്കാക്കരയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഒന്നിച്ചിരുത്തി 3 പേരെയും ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സിം കാർഡിന്റെ ഉറവിടമായ കോയമ്പത്തൂരിലേക്ക് പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് സാധ്യത. ശ്യാമപ്രസാദ് ഉത്തമൻ, റിപ്പോർട്ടർ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിനേന്ദ്ര കശ്യപിനെ ബി സന്ധ്യ ഒഴിവാക്കിയത് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയായിരുന്നുവെന്ന് മുൻ DGP TP സെൻകുമാർ. ദിലീപിനെ ചോദ്യം ചെയ്ത ജൂൺ 28-ന് കോടതിയിൽ കൊടുക്കാവുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നും സെൻകുമാർ കൊച്ചിയിൽ പറഞ്ഞു. ദിലീപിനെ ചോദ്യം ചെയ്ത ജൂൺ 28-ന് കോടതിയിൽ കൊടുക്കാവുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ദിലീപിനെ എതിരിടാവുന്ന തെളിവുകൾ ശേഖരിക്കണമായിരുന്നു. കാവ്യമാധവന്റെ ഓൺലൈൻ വസ്ത്രശാലയിലെ റെയ്ഡ് നേരത്തെ നടത്തണമായിരുന്നു. മുൻഗണനാ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണം നടന്നിട്ടില്ല. 28-ാം തീയതി ആകുന്ന സമയത്ത് ഒരാളെ പ്രതിയാക്കുന്ന വിധത്തിൽ തെളിവില്ല. ഏതെങ്കിലും ഒരാളെ പ്രതിയാക്കി പിടിക്കലല്ല ഉദ്ദേശം എങ്കിൽ അതിന് പ്രീവിയസ് ആയിട്ട് നമ്മളൊരാളെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ അയാളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുക, അവരുടെ മറ്റു കാര്യങ്ങൾ എടുക്കുക. ദിലീപിനെ ചോദ്യം ചെയ്യുമ്പോൾ സന്ധ്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് അന്വേഷണ സംഘ തലവൻ ദിനേന്ദ്ര കശ്യപിനെ ഒഴിവാക്കിയത്. ഒരുപക്ഷെ അവരുടെ പബ്ലിസിറ്റിയിലൊക്കെയുള്ള താല്പര്യം കൊണ്ടായിരിക്കും ഇവരെല്ലാം ഒഴിവാക്കി പോയതെന്ന് ഞാൻ പറയാൻ കാരണം അതല്ലെങ്കിൽ ടീം ലീഡർ ഇല്ലാതെ എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് ഇത്രയും സമയം നടക്കുന്നത്? പൾസർ സുനി എന്ന പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ദിലീപിനെ പ്രതിയാക്കുന്നതെങ്കിൽ ഗംഗേശാനന്ദ സ്വാമികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ബി സന്ധ്യയ്ക്ക് എതിരാകുമെന്ന സൂചനയും സെൻകുമാർ നൽകി. ആ കേസിൽ പോലും ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ പ്രതി ഭാഗത്തു നിന്ന് കുറേ അധികം പരാതി കിട്ടിയിരുന്നു. നമ്മൾ അതനുസരിച്ചല്ലല്ലോ സ്വാമിയുടെ കേസ്, അപ്പോൾ അതനുസരിച്ചല്ല നടപടിയെടുത്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ കേസിന് നമ്മൾ നടപടി എടുക്കുമ്പോൾ അതിനുണ്ടാകേണ്ട സ്വാഭാവികത, അതിനുണ്ടാകേണ്ട സയൻറ്റിഫിക് പ്രയോറിറ്റീസ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ദിലീപിന് താൻ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല, അതിന്റെ 2 വശങ്ങളും പറയുക മാത്രമാണ് ചെയ്തതെന്നും സെൻകുമാർ കൊച്ചിയിൽ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ശോഭ സുരേന്ദ്രൻ, BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ, അഡ്വക്കേറ്റ് ആളൂർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, റംഷാദ്, ചിന്ത ജെറോം തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ കേസിൽ ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണോ?
അല്ല, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ ഈ 2-3 ദിവസത്തെ ഡെവലപ്മെൻറ്റ്സ് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു 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 അപാകത കാണുന്നത് ഈ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നപ്പോൾ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി കോടതിയിൽ കൊണ്ടുവരുമ്പോൾ അയാൾ പറഞ്ഞു വൻ സ്രാവുകളൊക്കെ ഇതിനകത്ത് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നയാൾ പോലീസ് കസ്റ്റഡിയിലെത്തുമ്പോൾ അയാളുടെ മൊഴിയിൽ അയാൾ പിന്നെ എന്താ പറയുന്നത് ഈ വൻ സ്രാവുകളിലേക്ക് എത്തുന്ന കോൺസ്പിറസി അന്വേഷണത്തിന് യാതൊരു സപ്പോർട്ടും കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. രണ്ടിലൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ഒന്ന്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് വൻ സ്രാവുകൾ അകത്ത് പോകണമെന്ന് ആഗ്രഹിച്ച പൾസർ സുനി പോലീസ് കസ്റ്റഡിയിലെത്തിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിരിക്കുന്നു. ഒന്നുകിൽ ആ സുനിൽകുമാർ എന്ന് പറഞ്ഞ 1-ാം പ്രതി മലക്കം പറഞ്ഞിരിക്കുന്നു, ഇല്ലെങ്കിൽ ആ 1-ാം പ്രതി പിന്നെ നമ്മുടെ എന്താ പറയുക കോൺസ്പിറസിയിലേക്ക് യഥാർത്ഥത്തിൽ എത്താതിരിക്കുന്നതിന് പോലീസിൻ്റെ ഒരു വീഴ്ച അതിനകത്ത് സംഭവിച്ചു. രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ടാണ്. അതുകൊണ്ടാണ് ഈ മൊഴിയിൽ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വളരെ വിചിത്രമായി തോന്നിയത്, സുനിൽകുമാറിന് കത്തെഴുതാൻ സഹായിച്ച ഒരു കോ പ്രിസണർ അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നു ഒരു പ്രത്യേക നടൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്ന് പറയുന്നു. സത്യത്തിൽ അദ്ദേഹം ഈ ഒറിജിനൽ ഒഫൻസിൻ്റെ കമ്മീഷനിൽ എവിടെ ഉണ്ടായിരുന്ന ആളല്ല. അതിനുശേഷം പിന്നെ ജയിലിൽ എങ്ങനെയോ ഒരു കോസ്റ്റ് പ്രിസണറായിട്ട് വന്നപ്പോൾ ഒരു കത്തെഴുതി കൊടുത്ത ആൾക്ക് ഇന്നയാൾ പ്രതിയാണ് അല്ലെങ്കിൽ ഇന്നയാൾ പ്രതിയല്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ആരാണ് അയാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെയോ ഫിഷി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 48 മണിക്കൂറിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ടാണ് നടക്കുന്നതെന്നും ജനങ്ങളുടെ മേൽ അത് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നു എന്ന കോൺഫിഡൻസ് ജനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഒന്നുകിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു ഉറപ്പുവരുത്തണം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നീങ്ങേണ്ട സമയമായോ എന്ന് എനിക്ക് സംശയമുണ്ട്. വ്യക്തമായി, അതായത് സുപ്രീം കോടതിയൊക്കെ പറഞ്ഞത് ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഓവർ ദ പബ്ലിക് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് മൈൻഡ് എന്ന് പറയുന്നത് സാധാരണ ഒഫൻസ് അല്ല, ഇത് കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. ഈ ഒഫൻസിന് ഈവൻ വിക്ടിം പോലും വേണ്ടാന്ന് വെച്ചാൽ പോലും ഇതിൻ്റെ ട്രയൽ പ്രോപ്പറായി നടന്ന് കൺവിക്ഷൻ റിക്വയർഡ് ആയിട്ടുള്ള ഒഫൻസസ് ആയി നടന്നിരിക്കുന്നത്. അതിനകത്ത് ജനങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലാതാകുന്നു, പബ്ലിക് മൈൻഡിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ല എന്ന് തോന്നുന്നു. അതിനെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മാറണം എന്ന് ചിന്തിച്ചാൽ പോലും ഇപ്പോൾ അപാകതയില്ല. കാരണം അത്തരത്തിലൊക്കെ ഒരു വലിയ മലക്കമറിച്ചിലുകൾ സാക്ഷികളുടെ ശ്രീമതി ബിന്ദു കൃഷ്ണ, നേരത്തെ ശ്രീ ടി.പി. സെൻകുമാർ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് 28-ന് ദിലീപിനെ ചോദ്യം ചെയ്യാൻ പോയപ്പോൾ വേണ്ടത്ര തെളിവുണ്ടായിരുന്നില്ല, ലക്ഷ്യയിലെ റെയ്ഡ് നേരത്തെ നടത്തണമായിരുന്നു, കോർഡിനേഷൻ വേണമായിരുന്നു, SIT തലവനില്ലാതെ എങ്ങനെയാണ് 13 മണിക്കൂർ നീളുന്ന വലിയ ഒരു ചോദ്യം ചെയ്യൽ, അദ്ദേഹത്തിന് അറിവ് പോലും ഇല്ലായിരുന്നു ദിനേന്ദ്ര കശ്യപിന്, അങ്ങനെ ഒരു 13 മണിക്കൂർ ചോദ്യം ചെയ്യൽ നടന്നത് എന്ന്. ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ബിന്ദു കൃഷ്ണ ഇന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചത്? തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഘടകങ്ങളും ഈ കേസ് നടന്ന അന്നു മുതൽ ഇങ്ങോട്ടുള്ള ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിൽ, വിശേഷിച്ച് സ്ത്രീ സമൂഹത്തിൽ ആശങ്ക ഉളവാക്കുന്നതാണ്. ഒരു നടി ഇത്രയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും ആദ്യം തന്നെ ആ കേസിലെ പ്രതികളെ പിടിക്കുന്ന, സാധാരണഗതിയിൽ പ്രതി ആരെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കുറെ സമയം ആവശ്യമുണ്ട്. ഡൽഹി പീഡന കേസിലായാലും മിക്കവാറും എല്ലാ സൗമ്യ കേസിലായാലും ഒക്കെ തന്നെ പ്രതി ആര് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ദുഷ്കരമാകുന്നത്. എന്നാൽ ഈ കേസിൽ അതിന്റെ ആവശ്യം വന്നില്ല. ഇരയായ യുവതി തന്നെ ചൂണ്ടിക്കാണിച്ചു, ഇന്ന ആളാണ് എന്നെ ഉപദ്രവിച്ചത്. കൃത്യമായ ആ വിവരങ്ങൾ മുഴുവൻ പോലീസിന് കൈമാറിയ സമയത്ത് ഈ പ്രതിയായ പൾസർ സുനി അവിടെ പാലാരിവട്ടം ടവർ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് പിടിക്കാൻ തയ്യാറായില്ല. അവിടെ തൊട്ട് തുടങ്ങുന്നു ഈ കേസിലെ അട്ടിമറി. അതുപോലെ തന്നെ പൾസർ സുനിയ ഈ കേരളത്തിലെ നിയമ സംവിധാനത്തിന് നാണക്കേടുണ്ടാകുന്ന രീതിയിലുള്ള അറസ്റ്റ്, അത് നമ്മൾ എല്ലാവരും അപലപിച്ചുവെങ്കിലും അതിന്റെ ലക്ഷ്യത്തെ ഓർത്ത് എല്ലാവരും സന്തോഷിക്കാനുണ്ടായത്, പ്രതിയെ പിടിച്ചല്ലോ എന്ന് ആശ്വസിക്കാനുണ്ടായത്. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഗൂഢാലോചനയൊന്നുമില്ല, കേസ് ഇവിടെ അവസാനിക്കുന്നു, പൾസർ സുനിയാണ് പ്രതി. അത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വം, അധികാര കേന്ദ്രം ഈ കേസ് അട്ടിമറിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയപ്പോ ആ കേസ് തേഞ്ഞുമാഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായി. പ്രതിയായ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തിനെ തുടർന്നാണ് വീണ്ടും ജീവൻ വെച്ചത്. അവിടെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള ഓരോ വിഷയങ്ങളും ഈ കേസിനെ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടേ. ദയവായി തുടരുക ശ്രീമതി ബിന്ദു കൃഷ്ണ. ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂർ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ആളൂർ, കസ്റ്റഡി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുനിയുടെ അപേക്ഷ ഇന്ന് കോടതി തള്ളിയിരിക്കുന്നു.
പെട്ടെന്ന് പോലീസ് തല്ലുന്നു എന്ന പരാതിയാണ്. നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ സുനി പറയുന്നു വൻ സ്രാവുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന്. പോലീസ് കസ്റ്റഡിയിൽ എത്തുമ്പോൾ അന്വേഷണവുമായി സഹകരിക്കാൻ സുനി തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, എന്നെ തല്ലുന്നേ എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് സുനിയെ സംബന്ധിച്ചിടത്തോളം സുനി കത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണവുമായി, അതായത് ഗൂഢാലോചന കേസിലെ പോലീസ് അന്വേഷണവുമായി സഹകരിക്കാതെ പോകുന്നത്? ഒരു കാര്യം പറയട്ടെ നിഖിൽ കുമാർ, ഈ പോലീസ് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയില്ല. പോലീസിന് ആവശ്യമായ ഉത്തരങ്ങളാണ് വേണ്ടതെങ്കിൽ അതിനെ പ്രതിയെ പ്രേരിപ്പിച്ച് പ്രതിയിൽ നിന്നും ഒരു ഉത്തരം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അന്വേഷണത്തോട് സഹകരിക്കുക പ്രതി? അത് ആരായാലും സഹകരിക്കില്ല. അപ്പൊ ഇന്ന് അധികാരികളെന്ന് പറയണം ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ. പോലീസ് പീഡിപ്പിച്ചതാണെന്നും പറയുന്നില്ല അഡ്വക്കേറ്റ് ആളൂർ. പോലീസ് ഇന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിരുന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിരുന്നു. അതിൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ സുനിയുടെ മേൽ കൈവച്ചതായി ഒരു വിവരവുമില്ല. അങ്ങനെ ഒരു ഫാക്ച്വലായി നിങ്ങൾക്ക് അത് കോടതിയിൽ തെളിയിക്കാനും കഴിയില്ല. ഇതാണല്ലോ. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഈ കേസിന്റെ അവസ്ഥയും. ഈ കേസും കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതി പറയുന്നു വൻ സ്രാവുകളുണ്ട്. അയാൾ ജയിലിലിരുന്ന് കത്തെഴുതുന്നു. ദിലീപേട്ടനെ ജയിലിലിരുന്ന് കത്തെഴുതുകയും ചെയ്യുന്നു. എന്നിട്ട് അത് പോലീസ് കസ്റ്റഡിയിലാവുമ്പോൾ ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇന്ന മാതിരിയാണ് സംഭവങ്ങൾ നടന്നത് എന്ന് സുനി വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലീസിന് ആദ്യത്തെ മൊഴിയും ഇനി എടുക്കാൻ പോകുന്ന മൊഴിയും എല്ലാം കൂട്ടിച്ചേർക്കാൻ എളുപ്പമായിരിക്കും. അവിടെയാണ് സുനി വിസമ്മതിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് സുനി കൊടുക്കുന്ന മൊഴി പോലീസിന് വേണ്ടല്ലോ. പോലീസിന് പലരെയും രക്ഷിക്കണം. പോലീസിന് ആവശ്യമായ മൊഴി പോലീസ് എഴുതിയത് സുനിൽ കുമാർ കയ്യിൽ ഒപ്പിട്ട് കൊടുക്കുക, സമ്മതിക്കുക, അതായിരിക്കാം ആവശ്യം. അതുകൊണ്ടാണ് അഭിഭാഷകരെ പോലും കാണാൻ അനുവദിക്കാതെ ശക്തയുക്തം വാദിച്ചത് പോലീസ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എന്തുകൊണ്ടായിരിക്കണം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ വിഴുങ്ങുന്നത്? അല്ല, അത് ഞാൻ അതിനകത്ത് പറഞ്ഞല്ലോ, ഒന്നുകിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരുന്നപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ പറയണ്ട എന്ന് പ്രതി ഇപ്പോൾ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റി, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയാൻ പോലീസ് അയാളെ അനുവദിക്കുന്നില്ല. രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ മൊഴികളെല്ലാം, പുറത്തു വരുന്ന മൊഴികളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ക്യാമ്പയിൻ അതിനകത്ത് നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ പോലീസ് അറിഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എവിടെയോ ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമം നടത്തുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. ടി പി സെൻകുമാർ സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ചില പോയിന്റ്സിൽ നമ്മൾ പറയുന്ന മോട്ടീവ്സിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ തെളിവായിട്ട് അത് വരുന്നില്ല എന്നാണ്. അതായത് 2013 നൽകിയ കൊട്ടേഷൻ 2017 നടപ്പാക്കുക എന്നൊരു ചോദ്യമാണ് ഇവിടെ ടി പി സെൻകുമാർ ഉയർത്തുന്നത്. മാത്രമല്ല അഡ്വാൻസ് വാങ്ങാതെ ഈ കൊട്ടേഷനൊക്കെ ആരെങ്കിലും ഏൽക്കുമോ എന്നുള്ള ഒരു സ്വാഭാവിക ചോദ്യവും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. മഞ്ജു വാര്യരെ തെറ്റിച്ചത് ഈ നടിയാണ് എന്നുള്ളത് കൊണ്ട് ദിലീപ് മറ്റൊരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണോ ആ കൊട്ടേഷൻ നടത്തുക എന്നുള്ളത് ഒരുപക്ഷെ യുക്തി വെച്ച് സാധാരണ കടത്തിണ്ണയിലിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് തോന്നാമെങ്കിൽ പോലും അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് സംസ്ഥാന പോലീസ് ചീഫാണ് എന്നുള്ളത് ഇതിലെന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള ഒരു സാധ്യത താങ്കൾ കൽപ്പിക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി, അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരാളെ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നതിന് വേണ്ട പ്രോപ്പറായ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ആ ചോദ്യത്തിൻ്റെ മുഖ്യമായ അർത്ഥം. അതായത് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ 2013 കൊട്ടേഷൻ, അതിൻ്റെ പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുത്തിട്ടില്ല, ഈ ഇഷ്യൂസൊക്കെ ഉണ്ട്. ആ ലിങ്കൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് വേണമായിരുന്നു അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടിയിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹെഡിനെ വിളിച്ചിട്ടില്ല, എന്നാൽ സൂപ്പർവൈസ് ചെയ്യുന്ന
ഒരു സുപ്പീരിയർ ഓഫീസർ അവിടെ പ്രസൻ്റ് ആയിരുന്നു. ആ സുപ്പീരിയർ ഓഫീസർക്ക് സ്വന്തമായൊരു പബ്ലിസിറ്റിയുടെ ഇൻറ്റൻഷനും ഉണ്ടായിരുന്നു. ഇവരൊക്കെ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളുടെ ഒരു കാരണവും ഉണ്ട്. ഈ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് ആ ഒരു കാരണവും ഉണ്ടെന്ന് നമുക്ക് കരുതണം. എങ്കിൽ പോലും പറഞ്ഞതിൻ്റെ പ്രസക്തമായ ഭാഗം ഇതാണ്. അതായത് അന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിലേക്ക് ലിങ്ക് ചെയ്യാനോ ഇദ്ദേഹത്തോട് പ്രധാനമായി ചോദിക്കപ്പെടേണ്ടമായ ചോദ്യത്തിന് ഉപോത്ബലകമായ തെളിവുകൾ കയ്യിലില്ലായിരുന്നു എന്ന് മാത്രമല്ല, അതിന് ഒരു മിസ്സിംഗ് ലിങ്ക് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ലോജിക്കലിയും ചോദിക്കാൻ പറ്റാത്തതായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞതിന് കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നോ അത് തന്നെയായിരിക്കും അതിൻ്റെ ട്രയലിൻ്റെ ഫേറ്റും. ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രോപ്പറായ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ട്രയലിനെ സഹായകമാക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷനിലെ ഈ അപാകതകളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ ട്രയലിനെ ഒന്നും ബാധിക്കത്തില്ല. പക്ഷേ അന്നത്തെ സംഭവം തെറ്റോ ശരിയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഇത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി ശോഭ സുരേന്ദ്രൻ നേരത്തെ ശ്രീമതി ബിന്ദു കൃഷ്ണ ഉന്നയിച്ച CBI അന്വേഷണം എന്ന ആവശ്യം, ആ ആവശ്യത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇതിനകം തന്നെ സംസ്ഥാന വനിതാ കമ്മീഷനെ സമീപിക്കാതെ കേന്ദ്ര വനിതാ കമ്മീഷനെ സമീപിച്ച ആളാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ താങ്കൾ. അല്ല, അതിന്റെ കാരണം എന്തായിരുന്നു? ഇവിടെ ഞങ്ങൾ 3 പേരും ചേർന്ന് ഒരു പ്രമുഖമായിട്ടുള്ള ചാനലിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോടും ബിന്ദു കൃഷ്ണയോടും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവിനോടും ചോദ്യം ചോദിച്ചത് ഈ നടിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു. ഞാനും ബിന്ദു കൃഷ്ണയും ഒരു മറുപടി പറഞ്ഞു. ഒപ്പം തന്നെ കേസ് കൊടുക്കുമെന്നുള്ള മറുപടിയായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് നടത്തിയത്. പക്ഷേ ആ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവിനെ പിന്നീട് ചാനലിന്റെ അവതാരകൻ ചോദിച്ച സമയത്ത് എന്താ താങ്കൾ കേസ് കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ ബാംഗ്ലൂരായിരുന്നു എന്നായിരുന്നു. അവർ ബാംഗ്ലൂരായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും ഒരു കാര്യവും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന് ചെയ്യാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ശ്രീമാൻ ഇന്നസെന്റ് എത്ര വലിയ ആക്ഷേപമാണ് നടത്തിയത് അല്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകൾക്കെതിരായിക്കൊണ്ട് ഒരു MP അല്ലേ അദ്ദേഹം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജയിച്ചിട്ടുള്ള ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു MP ഇങ്ങനെ സിനിമയ്ക്കകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും അടിച്ചാക്ഷേപിച്ച് അപമാനിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ചെറുവിരലനക്കാൻ തയ്യാറായല്ലോ സംഘടന. അപ്പോ ഈ പ്രതിയെ സംരക്ഷിക്കുന്നത് ഈ സംഘടന തന്നെയാണ്. അപ്പൊ ക്രിമിനലിനെ സംരക്ഷിക്കാൻ വേണ്ടി CPIM-ന്റെ നേതൃത്വം പരിശ്രമിക്കുന്നു, ആഭ്യന്തര വകുപ്പ് പരിശ്രമിക്കുന്നു. ഇപ്പോ ആളൂരിനെ ഇറക്കിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ആളൂരിനെ ഇറക്കിയിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പൾസർ സുനിയുടെയും പ്രതിയുടെയും മൊഴികളിൽ വൈരുദ്ധ്യത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട ഫെബ്രുവരി മാസം 48 മണിക്കൂർ സമയം നടിയെ ആക്രമിച്ച ക്രിമിനലുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം, നീതിന്യായ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരണം, CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് നിരാഹാരം ഇരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ ഇത് ആദ്യമേ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തിലേക്ക് ഈ ഗവൺമെന്റിന് ഈ പ്രതിയെ സംരക്ഷിക്കാനേ സാധിക്കൂ എന്നുള്ള ചിന്ത പൊതുസമൂഹത്തിന് പ്രബലമായപ്പോൾ മറ്റൊരു സംഘടന കൂടി ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാർക്സിസ്റ്റുകാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ലല്ലോ. ആ മുഖ്യമന്ത്രിക്ക് ഇത്രയും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഈ കേസിൽ അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് തെളിയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷണം CBI-ക്ക് കൈമാറട്ടെ. അങ്ങനെ കൈമാറട്ടെ എന്നാണ് പൊതു ആവശ്യം. ചിന്താ ജെറോം, നോക്കൂ, രണ്ടാക്ഷേപങ്ങളായി ഇപ്പോ. ഒന്ന്, ഗണേശും ഇന്നസെന്റും മുകേഷും ഒക്കെ തന്നെയും ഇതിൽ ചോദ്യം ചെയ്യുന്നവരെ സംരക്ഷിക്കുമെന്ന നിലപാടുമായി ഇതിനകം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ ആളൂരിനെ ഇറക്കിവിട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. പ്രതികൾക്കിടയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാക്കി അവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇവിടെ വെച്ചാൽ ശരിയാവില്ല, അങ്ങ് ഡൽഹിക്ക് കൊണ്ടുപോകണം എന്നാണ് കോൺഗ്രസിൻ്റെയും BJP-യുടെയും ആവശ്യം. പൊളിറ്റിക്കലി ഈ വിഷയത്തിനകത്ത് കമന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു വിഷയം, ഇത്തരം വിഷയങ്ങളെ നമ്മൾ പൊളിറ്റിക്കലായി അല്ല കാണേണ്ടത്. ഇതൊരു സോഷ്യൽ ആസ്പെക്റ്റോട് കൂടി നോക്കി കാണേണ്ട, സാമൂഹ്യപരമായി വളരെയധികം പ്രാധാന്യം നിൽക്കുന്ന ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇവിടെ കോൺഫിഡൻസിനെ പറ്റി, പൊതുസമൂഹത്തിന് ഈ കേസിനകത്തുള്ള കോൺഫിഡൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ പലരും വളരെ വൈകാരികമായ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ ഇപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇരയായ പെൺകുട്ടി, ആ അഭിനേത്രിക്ക് ഈ നിമിഷം പോലും കേരളത്തിലെ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ്. അവർ യാതൊരു എതിരഭിപ്രായവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 2, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചകളായി നടത്തുന്ന ഈ മുഴുവൻ ചർച്ചയും ഇന്നുൾപ്പെടെ നടത്തുന്ന ചർച്ച കേരള പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരുന്ന ഓരോ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ
അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോവുകയാണ് എന്നാണ് നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തേണ്ടത്. മറ്റൊരു വശം, ഇവിടെ കലാകാരന്മാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ സംബന്ധിച്ച് നമുക്കറിയാം, കലാകാരന്മാരും പൊതുപ്രവർത്തകരുമൊക്കെയാണ് സമൂഹത്തിന്റെ കറക്റ്റീവ് ഫോഴ്സസ് ആയി നിൽക്കേണ്ടത്. എപ്പോഴും അരികുവൽക്കരിക്കപ്പെടുകയും ഇരയാക്കപ്പെടുന്നവർക്കും ഒപ്പം നിൽക്കേണ്ടവരാണ് കലാകാരന്മാർ. കലാകാരന്മാരുടെ നിലപാട് വേദന അനുഭവിക്കുന്ന ആ അഭിനേത്രിക്കൊപ്പമായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിന്താ ജെറോം, ഇവിടെ നോക്കൂ, നേരത്തെ ഇവിടെ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ചോദ്യം ചെയ്യൽ പോകുന്നത്. ഇന്ന് വിപിൻ ലാൽ എന്ന ഒരു കൂട്ടുപ്രതിയെ ചോദ്യം ചെയ്തു. വിപിൻ ലാലാണ് വെൽഫെയർ ഓഫീസറുടെ മുറിയിൽ നിന്ന് സീലുള്ള പേപ്പർ മോഷ്ടിച്ച് സുനിയിൽ എത്തിച്ചത്. വിപിൻ ലാലാണ് ഈ കത്ത് എഴുതിയത്. ആ കത്തെഴുതിയ വിപിൻ ലാൽ പറയുന്നു, ജയിൽ അധികൃതരും പൾസർ സുനിയും ഭീഷണിപ്പെടുത്തിയാണ് ദിലീപിനുള്ള കത്തെഴുതിയത്, ദിലീപിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന്. ഈ വിപിൻ ലാൽ ജയിലിന് പുറത്തേക്ക് കോടതിയിലേക്ക് പോകുന്ന വഴിയാണ് വിഷ്ണു എന്ന ഒരു മാല മോഷ്ടാവിനെ ഈ കത്തേൽപ്പിച്ചത്. വിഷ്ണു എന്താണ് പറയുന്നത്? രണ്ടുപേരെയും ഇന്ന് കാക്കനാട് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് വിഷ്ണു പറയുന്നത്, പൾസർ സുനി പറയുന്നത് ശരിയാണ്, സ്രാവുകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന്. അപ്പോൾ ദിലീപാണോ എന്ന് ചോദിക്കുന്നു, അങ്ങനെ ആയിരിക്കാം, അറിയില്ല എന്നും വിഷ്ണു കൂട്ടിച്ചേർക്കുന്നു. നേരത്തെ മരണമൊഴി ഏർപ്പാടാക്കണം എന്ന് പൾസർ സുനി പറഞ്ഞതും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ നിലയിൽ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇവരെ കൊണ്ട് എടുപ്പിക്കുന്നത് കൊണ്ട് അവസാന ഘട്ടത്തിൽ പോലീസിനെ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിലുള്ള അഡ്വക്കേറ്റ് ആളൂരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ശോഭാ സുരേന്ദ്രൻ അല്പം മുമ്പ് പറഞ്ഞത്. ആളൂർ വന്നപ്പോൾ തന്നെ എന്തിനാണ് ആളൂർ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണോ അതോ അനാവശ്യമായ മഹത്തരം നമ്മൾ ആളൂരിൽ ഏൽപ്പിക്കുകയാണോ എന്നറിയില്ല. എങ്കിൽ പോലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ആളൂരിനെ കാണുന്നു എല്ലാവരും. ഈ നിലയിൽ അന്വേഷണം പോകുന്നത് ശരിയല്ല എന്ന തോന്നൽ സ്വാഭാവികമാണ്. ചിന്താ ജെറോം, അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇത് വല്ലാതെ ചർച്ച ചെയ്യുകയാണ്. ഈ വിഷയത്തിനകത്ത് ഓരോ പ്രതികൾ നടത്തുന്ന പ്രസ്താവനകളെ പറ്റി, അവർ നടത്തുന്ന കമന്റുകളെ പറ്റി നമ്മൾ വിശാലമായി വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുകയാണ്. എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്, ആ അഭിനേത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ആരോപണം ഉന്നയിക്കുന്ന നടനെ കുറ്റക്കാരനെന്ന് പറയുവാൻ എന്റെ കയ്യിൽ തെളിവുകളില്ല, കുറ്റക്കാരനല്ല എന്ന് പറയുവാനും എന്റെ കയ്യിൽ തെളിവുകളില്ല. ആ ഒരു നിലപാടിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. പോലീസ് ഇത് അന്വേഷിക്കുന്നു. അന്വേഷണത്തിന്റെ റിസൾട്ട്, അന്വേഷണത്തിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നു കഴിയുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം ശരിയായ ഒരു ദിശയിൽ മറുപടി ലഭിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണം വളരെ ശരിയായ ദിശയിലൂടെ പോകണം. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം, ഇരയ്ക്ക് നീതി കിട്ടണം. ഇരയ്ക്ക് നീതി കിട്ടുവാൻ വേണ്ടിയുള്ള അവസാന ഘട്ടം വ്യക്തമാണ് അക്കാര്യത്തിൽ. പക്ഷേ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ചിന്താ ജെറോം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇരയ്ക്ക് യാതൊരു പരാതിയുമില്ല. അല്ലെങ്കിൽ അന്വേഷണത്തിൽ അവർ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ നൽകിയ പോസ്റ്റിൽ പോലും പറയുന്നത് അന്വേഷണം നന്നായി മുന്നോട്ട് പോകുന്നു, തൃപ്തയാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഒരു അന്വേഷണ ഏജൻസിയെ മാറ്റുക? അവരല്ലേ ആദ്യത്തെ പരാതിക്കാരിയാവേണ്ടത്? ഇന്ന് ഇന്ത്യൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റത്തിനകത്ത് ഈ രണ്ട് തരം ഓഫൻസസ് ഉണ്ട്. ഒന്ന് കോമ്പൗണ്ടബിൾ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട്, വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട്. അങ്ങനെ ചില ഓഫൻസസ് ഉണ്ട്. അത് കോമ്പൗണ്ട് ചെയ്യാം, കോംപ്രമൈസ് ചെയ്യാം. അത് ആര് വിചാരിച്ചാലും കോമ്പൗണ്ട് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാത്ത മറ്റു ചില ഓഫൻസസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചീറ്റിംഗ് പോലുള്ള ഓഫൻസുകൾ, അല്ലെങ്കിൽ മാട്രിമോണിയൽ ഓഫൻസസ് 498A പോലുള്ള ഓഫൻസസ് രണ്ട് കൂട്ടരും കൂടി പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ്. ഇവിടെ ഒരു വിക്ടിമിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ഇത് സ്റ്റേറ്റിനെതിരെയുള്ള ഒരു അറ്റാക്കായിട്ട് വേണം കാണാൻ. 302ൻ്റെ ഓഫൻസ്, മർഡറിൻ്റെ ഓഫൻസുകൾ, 376ൻ്റെ ഓഫൻസുകൾ, അതിന് വിക്ടിമിന് അദ്ദേഹത്തോട് ഒരു അനുകമ്പ തോന്നി എന്നാൽ വേണ്ടാന്ന് വെക്കാം. ഇത് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിച്ചാൽ പോലും വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത കാര്യമാണിത്. കാരണം ഒഫൻസ് ചെയ്ത കൾപ്രിറ്റിനെ ശിക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞത് ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഓൺ പബ്ലിക് മൈൻഡാണ് ഇത്രയും ഇൻവെസ്റ്റിഗേഷനിൽ ആവശ്യം, അല്ലാതെ ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഓൺ ദി കംപ്ലൈനൻ്റ് അല്ല. അതുകൊണ്ട് പബ്ലിക് മൈൻഡിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് സുപ്രീം കോടതി പല സമയത്തും പറഞ്ഞിരിക്കുന്നത്. അതായത് പൊളിറ്റിക്കലി പിന്നെ അല്ലാതെ ഫിനാൻഷ്യലി ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റാൻ സാധ്യതയുള്ള ആളുകൾ അതിൽ വരുമ്പോൾ, അവരെ അതിലിടപെട്ടു എന്ന് തോന്നുമ്പോൾ
സ്റ്റേറ്റ് തന്നെ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഇമ്പാർഷ്യലാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഡൽഹി സ്പെഷ്യലിസ്റ്റ് പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള CBI പോലുള്ള സാധനങ്ങളിലേക്ക് വിടേണ്ടതുണ്ട്. അത് സ്റ്റേറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഇമ്പാർഷ്യലാണെന്ന് ബോധ്യം. ഒരു ഉദാഹരണം ഞാൻ പറയാം. കലാപൻ മണിയുടെ കേസിൽ അന്വേഷണം നടത്തിയപ്പോൾ സ്റ്റേറ്റ് ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾ പോയി അന്വേഷിച്ചോളൂ, CBI അന്വേഷിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണമായിരുന്നു ഞങ്ങൾ ഇമ്പാർഷ്യലാണെന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇവിടെയും അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അമ്മയുടെ ഭാരവാഹികളായ 2 MLA-മാരും ഒരു MP-യും പറഞ്ഞിരിക്കുന്നു, ഞങ്ങളിൽ ഒരാളെ ടാർണിഷ് ചെയ്യാനോ അതിനകത്ത് ഇൻഡിക്റ്റ് ചെയ്യാനോ ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ന നടനല്ല, അതിൽ നിന്ന് ആരെങ്കിലും വേറെ ആരെങ്കിലും ആകാം, ആണെങ്കിലും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമീപനം എടുത്ത് അവരൊക്കെ സ്വാധീനമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പോലീസ് ഫോഴ്സിൽ നിൽക്കുന്ന പല ആളുകളും ചിലപ്പോൾ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലീസ് ഫോഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്നു. അതിൽ ചിലരൊക്കെ ചില സാക്ഷികൾക്ക് ട്രെയിനിങ് കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് എഴുന്നേറ്റ് എന്ന് പറയുന്നു, ആയിരുന്നയാൾ എഴുന്നേറ്റ് എന്ന് പറയുന്നു, ആ പൊസിഷൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു അപാകത സംഭവിക്കുന്നു, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അറിയുന്നില്ല. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ക്രൈം എടുത്ത് 2-ാം ദിവസം പറയുന്നു മുഖ്യമന്ത്രി കോൺസ്പിറസി ഇല്ല. പ്രതിയെ അറസ്റ്റ് ചെയ്ത രീതി, പ്രതിയെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ 1 മണിക്കൂർ കൊണ്ട് പോലീസ് പറയുന്നു കോൺസ്പിറസി ഇല്ലാന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഈ കത്ത് ഇങ്ങനെ വന്ന്, ഈ കത്ത് ഒരു പക്ഷേ ദുരുദ്ദേശപരമായി ഉണ്ടാക്കിയതായിരിക്കാം, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, പലപ്പോഴും അങ്ങനെ ഉണ്ടാക്കിയതാകാം. ആണെങ്കിൽ പോലും അതിനുശേഷം മാത്രമാണ് കോൺസ്പിറസിയുടെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരുന്നയാൾ പോലീസ് കസ്റ്റഡിയിൽ വരുമ്പോഴത്തേന് അയാളുടെ ടോൺ മാറുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ആ ഒരു 48 hours ശരിക്കും വെരിഫൈ ചെയ്യണം എന്തൊക്കെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. പോലീസ് സത്യസന്ധമായിട്ടാണെങ്കിൽ ആര് കാരണമാണ്, ഞാൻ ഒരു വക്കീലിനെ മാറുന്നതിന് സംഭവിച്ചു, ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു അഭിഭാഷകനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ബെയിൽ എടുക്കാൻ അപ്പോയിൻറ്റ് ചെയ്യാം. ബെയിൽ എടുത്തതിന് ശേഷം ട്രയലിന് നോട്ടീസ് വരുമ്പോഴാണ് പുതിയ അഭിഭാഷകനെ വെക്കേണ്ടത്. ഇവിടെ അഭിഭാഷകനെ മാറ്റുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഓരോ കാര്യങ്ങളും അന്വേഷിക്കുക, എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടോ ആക്ഷൻസിനെയൊക്കെ പരിശോധിക്കണം. അത് അവരെന്തൊക്കെ ചെയ്തു എന്ന് പരിശോധിക്കണം. ഇതൊന്നും പരിശോധിക്കേണ്ട എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ സ്റ്റേറ്റിൻ്റെ ഉദ്ദേശം ഇമ്പാർഷ്യലാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, ഇത് ക്ലോസ് ഡൗൺ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കോടതികളിലൊക്കെ പോയി, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ, ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ കോടതികളിൽ കൊണ്ടുപോയി ഈ കേസ് ഡയറി വിളിച്ചു വരുത്തി പരിശോധിച്ച് സത്യസന്ധമല്ല, പ്രോപ്പർ അല്ല നടന്നതെന്ന് തോന്നിയാൽ CBI-യിലേക്ക് പോകേണ്ടി വരും. അത് തെറ്റാണെന്നൊന്നും ചിന്താ ജെറോം പറഞ്ഞാൽ, അതുകൊണ്ട് വിക്ടിമിന് ആവശ്യമില്ല എന്ന് ചിന്താ ജെറോം പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിന് ആവശ്യമില്ല എന്നർത്ഥമില്ല. അതല്ല യഥാർത്ഥ ക്രിമിനൽ ലോ. അത് PS റംഷാദ്, സമകാലിക മലയാളം പ്രതിനിധി. ശ്രീ റംഷാദ്, ഇവിടെ പറഞ്ഞു കേട്ടല്ലോ, ഒന്ന് സുനി നേരത്തെ പറഞ്ഞത് വൻ സ്രാവുകളുണ്ട്, ദിലീപേട്ട ഞാനിതാരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ സുനി മിണ്ടുന്നില്ല. കൂട്ടുപ്രതികൾ 2 നിലപാടെടുക്കുന്നു. 2 DGP-മാർ 3-4 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന DGP-യും പുതിയ DGP-യും വ്യത്യസ്ത സമീപനം. നേരത്തെ TP സെൻകുമാറുമായിട്ടുള്ള അഭിമുഖത്തിൽ TP സെൻകുമാർ പറയുന്നത് സംശയമുണ്ട്, തെളിവില്ല. സംശയം തെളിയിക്കുന്നതിന് പ്രയോറിറ്റി പ്രകാരം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വിശദമായ ചോദ്യം ചെയ്യലിന് ബ്രെയിൻ സ്റ്റോമിംഗ് വേണം എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ മോട്ടീവ്സിൻ്റെ കാര്യത്തിലും ചില സംശയങ്ങൾ TP സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓരോ കേസിലും വേണ്ട സ്വാഭാവിക നടപടിക്രമമുണ്ട്. ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണം. സംശയവും തെളിവും 2ആണ്. സംശയങ്ങളെ തെളിവിലേക്ക് എത്തിക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ, പ്രയോറിറ്റിയെക്കുറിച്ചൊക്കെ തന്നെ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നു. TP സെൻകുമാറിന് യഥാർത്ഥത്തിൽ B സന്ധ്യ എന്ന ADGP-യോടുള്ള വിരോധമാണോ, അതോ ഈ കേസിൽ 28-ാം തീയതി ഈ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു തെളിവുമില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണോ? നികേഷ്, അതിലത് പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്ന് അദ്ദേഹം TP സെൻകുമാർ സമകാലിക മലയാളം പ്രസിദ്ധീകരിച്ച അഭിമുഖത്തെക്കുറിച്ച് എറണാകുളത്ത് മാധ്യമപ്രവർത്തകർ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ആ അഭിമുഖത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും നിഷേധിച്ചില്ല എന്നുള്ള പ്രസക്തമായ കാര്യമാണ്. നമ്മളതിൻ്റെ അകത്ത് കൃത്യമായി അദ്ദേഹത്തെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ADGP, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ADGP B സന്ധ്യയ്ക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, അദ്ദേഹം ഉന്നയിച്ച ചില ദിലീപിനെതിരെ ഇതുവരെ ഏതെങ്കിലും തെളിവുള്ളതായി എനിക്ക് ഇൻഫർമേഷൻ ഇല്ല എന്ന് പറഞ്ഞ കാര്യം, ചോദ്യം ചെയ്യാൻ 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഉന്നയിച്ച വിമർശനം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന, മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ വിഷയത്തിനൊന്നും അദ്ദേഹം ഡിനേ ചെയ്തിട്ടില്ല. മറിച്ച് ഇന്റർവ്യൂവിന് റെക്കോർഡ് ചെയ്യാൻ അനുമതി കൊടുത്തിരുന്നോ, ഇന്റർവ്യൂവിനാണോ അനുമതി കൊടുത്തത്, സ്വകാര്യ സംഭാഷണത്തിനാണോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുകയും 2 ആഴ്ച മുമ്പ്
മലയാളം വാരിക പ്രസിദ്ധീകരിച്ച ടി.പി. സെൻകുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് കൊടുത്ത ഒരു റിപ്പോർട്ടും ഇന്നലത്തെ അഭിമുഖവുമായി കൂട്ടിക്കൊഴിച്ചുകൊണ്ട് വളരെ ബോധപൂർവം എന്നതുപോലെ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. കൃത്യമായും അദ്ദേഹം എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ആണ് മനസ്സിലാവുന്നത്. അതിൽ നിന്ന് തന്നെ ഒരാഴ്ച മുമ്പ് മാത്രം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിഞ്ഞ ടി.പി. സെൻകുമാർ കൃത്യമായും അന്വേഷണത്തിൻ്റെ അകത്ത് ചില വീഴ്ചകൾ നിരീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്തിട്ടില്ല, മെയിൻ്റനൻസ് പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിൽ അതൃപ്തനാണ്. ആ സമയത്ത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പും ഇപ്പോഴും അതിൽ അസംതൃപ്തനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ അന്തർധാരകൾ ADGP സന്ധ്യയും ടി.പി. സെൻകുമാറും തമ്മിൽ വ്യക്തിപരമായി IPS ഈഗോ ഉണ്ടോ എന്നുള്ളതും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വസ്തുതാപരമായി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പോലും നിഷേധിക്കാതിരിക്കുന്നത് തികച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പ്രസക്തമായി മാറുകയാണ് തോന്നുന്നു. പക്ഷേ ശ്രീ റംഷാദ്, അതാണ് ഞാൻ ചോദിച്ചത്. സന്ധ്യ ഈ കേസിൽ എന്നെ ബ്രീഫ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സെൻകുമാറിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിൽ സന്ധ്യ ഒറ്റയ്ക്ക് ഈ കേസ് നോക്കേണ്ടതില്ല എന്നാണ്. അപ്പോഴാണ് സന്ധ്യ വീണ്ടും ടി.പി. സെൻകുമാറിൻ്റെ മുമ്പിൽ വരുന്നത്. സാർ അങ്ങനെ പറഞ്ഞത് എനിക്ക് വലിയ മാനസിക വിഷമമായി എന്ന് പറയുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. സാർ എന്നോട് ചോദിച്ചിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. ഞാനാണോ നിങ്ങളോട് ചോദിക്കേണ്ടത്? ഞാനല്ലേ സീനിയർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ മറുപടി കൊടുക്കുന്നു. പിന്നീട് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ടി.പി. സെൻകുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ഏതെങ്കിലും കേസിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ടോ സന്ധ്യ എന്ന്. എന്നോട് ഒരു കേസിലും ബ്രീഫ് ചെയ്യാറില്ല സന്ധ്യ എന്ന മറുപടിയാണ് ടി.പി. സെൻകുമാർ നൽകുന്നത്. അത് മാത്രമല്ല, അതൊക്കെ ഞാൻ സർവീസ് സ്റ്റോറിയിൽ പറഞ്ഞോളാം എന്നും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വലിയ സ്പർദ്ധയാണ് പറയുന്നത്. ഇപ്പോൾ മഞ്ജു വാര്യരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം തനിക്കറിയില്ല എന്നാണ് ടി.പി. സെൻകുമാർ വേറൊരു അഭിമുഖത്തിൽ പറയുന്നത്. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യരെയും കൊച്ചിയിൽ വെച്ച് പോലീസ് കാണുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ടി.പി. സെൻകുമാറിൻ്റെ ഈ അഭിമുഖത്തിന് ആ നിലയിലുള്ള പ്രസക്തിയുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ടി.പി. സെൻകുമാറിനെ ഈ കഴിഞ്ഞ 55 ദിവസങ്ങളിൽ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു. അതിൻ്റെ ഒരു വൈകാരിക പ്രകടനമായി മാത്രം കണ്ടാൽ പോരെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ? രണ്ട് രീതിയിൽ കാണാൻ തോന്നുന്നു നികേഷ്. അതായത് ഒന്ന്, ഇപ്പോൾ പറഞ്ഞതുപോലെ വൈകാരികമായ അഭിപ്രായ പ്രകടനവും പ്രതികരണവുമാവാം. പക്ഷേ നമ്മൾ ഒരാളുടെ പ്രതികരണങ്ങൾ നോക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ആ പറയുന്ന ആളുടെ ഡിഗ്നിറ്റി, അയാളുടെ ക്യാരക്ടർ. രണ്ടാമത്, അയാളിരുന്ന പൊസിഷൻ, സാഹചര്യം. ടി.പി. സെൻകുമാറിനെ പോലെ കേരളത്തിലെ ഒരു ഇത്രയും ദീർഘമായ സർവീസ് ഉള്ള ഒരു സത്യസന്ധനായ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രകീർത്തിക്കപ്പെട്ട, അതായത് വിടുവായത്വം പറയുന്ന ആളല്ലോ ടി.പി. സെൻകുമാർ. അദ്ദേഹം കേരളീയ സമൂഹത്തിന് മുന്നിലോ മാധ്യമങ്ങളുടെ മുന്നിലോ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും വന്നിട്ട് ഒരു വാക്കുകൊണ്ടോ ഒരു മുളൽ കൊണ്ടോ പോലും അനാവശ്യമായ കാര്യം പറഞ്ഞിട്ടുള്ള ആളല്ല അദ്ദേഹം. ടി.പി. സെൻകുമാറിന് ഇവിടെ വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ 11 മാസം മാറ്റി നിർത്തിയപ്പോഴും അദ്ദേഹം നടത്തിയ നിയമപരമായ പോരാട്ടത്തിൻ്റെ കൂടെ മാധ്യമങ്ങളും കേരളീയ സമൂഹവും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നിന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ടി.പി. സെൻകുമാർ വൈകാരികമായി എന്തെങ്കിലും മാധ്യമങ്ങൾ, ഉത്തരവാദിത്വമുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന് മുന്നിൽ പറയും എന്ന് വിശ്വസിക്കാൻ മടിയുണ്ട്. അദ്ദേഹം തികച്ചും തീരുമാനിച്ചുറച്ച് പറഞ്ഞ കാര്യമാണ് അതെന്നാണ് മനസ്സിലാവുന്നത്. എനിക്ക് വേറൊരു കാര്യം പറയാൻ, പക്ഷേ ഞാൻ ഒരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാം. താങ്കളുടെ അഭിമുഖത്തിലെ ചില വാചകങ്ങൾ തന്നെ, അതായത് പ്രതിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കേസിൽ എങ്ങനെയെന്ന് നോക്കണം. എന്നിട്ട് അദ്ദേഹം ഉദാഹരിക്കുന്നത് ഗംഗേശ് ആനന്ദ കേസാണ്. പൾസർ സുനി എന്ന കേസിലെ പ്രതിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്, ദിലീപാണ് ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന്. അത് നേരിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അല്ല, ഒരു കത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പോലീസ് അനുമാനിക്കുന്നത് ആ നിലയിലാണ്. സമാനമായ വിധത്തിൽ ഗംഗേശ് ആനന്ദ കേസിൽ ഗംഗേശ് ആനന്ദ എന്ന പ്രതി എനിക്ക് കുറേ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ റൂട്ടിൽ ഞാൻ പോയിട്ടില്ലല്ലോ. 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ബി സന്ധ്യയെ എത്ര ചോദ്യം ചെയ്യേണ്ടി വരും എന്ന ചോദ്യം ചോദിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേസിൻ്റെ മെറിറ്റിലേക്കോ ഉള്ളടക്കത്തിലോ ഒക്കെ അല്ല കിടക്കുന്നത്, പരസ്പര വിരോധത്തിൻ്റെ
ആ ആംഗിളാണ് തുടർച്ചയായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഗംഗേശാനന്ദയുടെ കാര്യത്തിൽ ഞാൻ സന്ധ്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ലേ എന്ന വാക്കാണ്, അതിൻ്റെ ടേപ്പ് താങ്കളുടെ കയ്യിലാണുള്ളത്, പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇനി ഗംഗേശാനന്ദ കേസിൽ എന്തെങ്കിലും കാര്യത്തിൽ സന്ധ്യയെ ചോദ്യം ചെയ്യാനുണ്ട് എങ്കിൽ, സന്ധ്യയോട് സംസാരിക്കാനുണ്ട് എങ്കിൽ എന്തിനാണ് ഒരു DGP പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതീവ പ്രസക്തമാണ്. അതായത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്തോളം എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പൊ കേരളീയ സമൂഹത്തിന് അതെ അത് അർദ്ധോക്തിയിൽ നിർത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. അതായത് കേരളീയ സമൂഹത്തിനോ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ ഗംഗേശാനന്ദ കേസിലായാലും നടിയുടെ കേസിലായാലും വസ്തുതകൾ പുറത്തു വരണം, ഇരകൾക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് സംഭവങ്ങളിലും ഇരകളായിരിക്കുന്നത് പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതിവേഗം നീതി ഉണ്ടാവണം എന്നാണ് നമ്മൾ കേരളത്തിലെ സമൂഹം ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഗംഗേശാനന്ദ കേസിൽ വിട്ടതുപോലെ ഒരു പ്രസക്തമായ ചോദ്യം എൻ്റെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നൊരു കാര്യം അദ്ദേഹം അന്ന് നിഷേധിച്ചിട്ടില്ലല്ലോ. ഗംഗേശാനന്ദ കേസിൽ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു, സാർ നമുക്കിത് ക്രൈംബ്രാഞ്ചിന് വിടാം. അദ്ദേഹം അപ്പോൾ സമ്മതിച്ചു, ഞാൻ ക്രൈംബ്രാഞ്ചിന് വിട്ടു. പോലീസ് മേധാവിക്ക് CM ചോദിക്കുക പോലും ചെയ്യാതെ ക്രൈംബ്രാഞ്ചിന് വിടാമായിട്ട് പോലും സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഓക്കെ, അദ്ദേഹം പിന്നെ പറയുന്നത് ഈ കേസും നടിയുടെ കേസിന്റെ അന്വേഷണം പോകുന്ന ശരിയായ ദിശയിലെല്ലാം തോന്നിയ ഘട്ടത്തിൽ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കിതെല്ലാം കൂടി ക്രൈംബ്രാഞ്ചിന് വിട്ടാലോ. അദ്ദേഹം പിണറായി വിജയൻ സെൻകുമാറിനെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും സെൻകുമാർ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് അദ്ദേഹം പറയുകയും, എന്നാൽ ആ തീരുമാനം ഉണ്ടാവുന്നില്ല. ഗംഗേശാനന്ദ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതുപോലെ TP സെൻകുമാർ പോലീസ് ചീഫ് ആയിരിക്കുമ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്ന അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ അഭിമുഖത്തെ തന്നെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്ന ഒരു വർത്തമാനം പറഞ്ഞതുകൊണ്ട്, ഡയലോഗുകൾ പറഞ്ഞു എന്നുകൊണ്ട് പറയുകയല്ല. പക്ഷെ അദ്ദേഹം അതിന് നിരത്തുന്ന കാരണം വളരെ അയുക്തികമാണെന്ന് തോന്നി. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, TP സെൻകുമാറിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പരിശോധന നടത്തുകയാണെങ്കിൽ CPM ആണല്ലോ ഇപ്പോൾ മുഖ്യ എതിരാളി. MV ജയരാജൻ, നളിനി നെറ്റോ, തച്ചങ്കരി എന്നീ കോക്കസ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറയുന്ന TP സെൻകുമാർ ഈ നടിയുടെ വിഷയത്തിൽ CPM-ഓ അല്ലെങ്കിൽ ആരെങ്കിലും അവരുമായി ചേർന്ന് നിൽക്കുന്നവരോ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ഗവൺമെന്റ് നടത്തുന്ന അന്വേഷണത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അല്ല, ഇവിടെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ശ്രീമാൻ TP സെൻകുമാർ എന്തു പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ശരിയായിരിക്കും. അതായത് സെൻകുമാറിനുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൊതുസമൂഹം അത് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ധ്യ മാഡത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ള അപ്രമാദിത്വം എന്താണ് എന്നുള്ളത് എന്തായാലും അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ എന്തേ ഇത്തരത്തിലൊരു കേസിൽ അവരുടെ ടീമിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ആളില്ലാതെ എങ്ങനെയാണ് അന്വേഷണ ചുമതല ഏറ്റെടുക്കാൻ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക? എങ്ങനെയാണ് ഇത്രയും മണിക്കൂറുകൾ ആ കശ്യപിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തിക്കാൻ സാധിക്കുക? അപ്പൊ ആ ട്രാക്ക് റെക്കോർഡിലേക്കും ഒന്നും കടക്കണ്ട. അങ്ങനെയാണെങ്കിൽ കുറെ പീഡന കേസുകളുടെ കഥ പറയേണ്ടി വരും. പന്തീരക്കര സെക്സ് റാക്കറ്റ് മുതൽ നമുക്ക് തുടങ്ങേണ്ടി വരും. അപ്പോ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ ഫെബ്രുവരി മാസത്തിൽ ഈ പെൺകുട്ടി, നേരത്തെ ചിന്താചോരം പറഞ്ഞല്ലോ, ഒരു പീഡകയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഇത്ര ചർച്ച നടത്തണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അവർ സംസാരിച്ചത്. വേണ്ടേ? ചർച്ച നടത്തണ്ടേ? ഐസ്ക്രീം പാർലർ കേസിൽ ഇവിടെ ചർച്ച നടത്തിയല്ലോ, കിളിരൂർ കേസിൽ ഇവിടെ ചർച്ച നടത്തിയല്ലോ, ഇവിടെ എന്താ പറയാ ശ്രീമാൻ PJ കുര്യന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂര്യനെല്ലി കേസിൽ ഇവിടെ ചർച്ച നടത്തിയല്ലോ, ഇവിടെ എല്ലാവരും മാധ്യമങ്ങൾ ചർച്ച നടത്തിയല്ലോ. ഇവിടെ പോലീസ് സേന ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ടാണ് മാധ്യമ സേനയ്ക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങേണ്ടി വന്നത്. ഇന്ന് ഈ കേസിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് പോലീസിനുള്ളതല്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കലാഭവൻ മണിയുടെ കേസ് CBIക്ക് വിടാമെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടിയിട്ട് മറ്റൊരു കേസ് വിടാമെങ്കിൽ എന്ത് ഈ കേസിൽ CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള സ്ത്രീ സംഘടനയ്ക്ക് എന്താ കുഴപ്പം? ഈ കേസിലെ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരുന്നതിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷനും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീ നേതാക്കന്മാർക്കും ഒരു കുഴപ്പവുമില്ലെങ്കിൽ ഈ കേസ് അന്വേഷണം CBIക്ക് ഏൽപ്പിച്ചാൽ എന്താ കുഴപ്പം? ഫെബ്രുവരി മാസം മുതൽ ഇത്രയും നീളുന്ന ദിവസങ്ങൾ അന്വേഷിച്ചിട്ട് എന്തേ കേരള പോലീസിന് ഈ ഗൂഢാലോചന പിടിക്കാൻ സാധിക്കാത്തത്? ഞാൻ പറയുക, 2 പ്രതികളെ പിടിക്കണം. ഈ പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ക്രിമിനലിനെ പിടിക്കുന്നത് പോലെ ഈ ക്രിമിനലിനെ ഫെബ്രുവരി
മാസം മുതൽ ഈ നിമിഷം വരെ പ്രൊട്ടക്ഷൻ കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു ടീമാണ്. ആ ഗൂഢാലോചക സംഘത്തെ കൂടി ഇതിന്റെ മുന്നിൽ കൊണ്ടുവരണം, പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ തോന്നുമ്പോ ഇത് വലിച്ചു നീട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു CBI അന്വേഷണം എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒരു സൂചനയില്ല ഈ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടു എന്നത് സംബന്ധിച്ച്. ഇവിടെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നതായി ആർക്കും ബോധ്യമില്ല. പ്രതികളെ സംരക്ഷിക്കുന്നതിനായി ആരും മുന്നോട്ട് വരുന്നില്ല എന്ന ബോധ്യം ശരിയാണെന്ന് യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ആരാണ് ഇടപെട്ടിരിക്കുന്നത്? ആരാണ് എന്ന് വ്യക്തമായി പറയാൻ എനിക്ക് പോലീസ് ഉദ്യോഗമില്ല, നമുക്ക് ആർക്കും പോലീസ് ഉദ്യോഗമില്ല. പക്ഷെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ, കാര്യങ്ങൾ, കേരളം ഇവിടെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം, ഈ കേസ് എങ്ങുമെങ്ങും എത്തുന്നില്ല. പാവപ്പെട്ട ഇരയായ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു. സാധാരണഗതിയിൽ ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസും അനുസരിച്ച് ഇരയെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റം. അതൊക്കെ ഉണ്ട്. അങ്ങനെ അപമാനിക്കുന്നതൊക്കെ ഇവിടെ നിൽക്കൂ. ശ്രീമതി ബിന്ദു കൃഷ്ണ, നമുക്കറിയാം ലാൽ സംവിധായകൻ പറഞ്ഞത് സിനിമയിലെ പോലെ ഒരു വമ്പൻ ക്ലൈമാക്സ് ഇതിനുണ്ടാകണം, ഒരു ദുഷ്ടനായ നടൻ അല്ലെങ്കിൽ ദുഷ്ടനായ രാഷ്ട്രീയക്കാരൻ ഇതിൽ ഉൾപ്പെടണം എന്നുള്ളത് നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള തോന്നലാണ്. നമ്മൾ ആ നിലയിലുള്ള ഒരു 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 മനസ്ഥിതിയാണ് ഇപ്പോൾ വെച്ച് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് നമ്മൾ ഇനി ഇവിടെ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലേ വേറൊരു ഏജൻസിയെ ഏൽപ്പിക്കാൻ വേണ്ടി തോന്നുന്നത്. ഒരിക്കലുമല്ല. ആരെയും പ്രതിയാക്കണമെന്ന് നമുക്ക് താല്പര്യമില്ല. നമുക്ക് എന്താ താല്പര്യം? ഈ പറയുന്ന ഒരാളുകളോടും വ്യക്തിപരമായ ആരോപണ വിധേയരോട് പോലും വിരോധമില്ലെന്ന് മാത്രമല്ല, അവരോടെല്ലാവരോടും കലർപ്പില്ലാത്ത സ്നേഹവും ആരാധനയുമാണ് ഓരോ മലയാളിക്കുമുള്ളത്. അതല്ല വേറെ ആരായാലും, വേറെ ആരോപണ വിധേയരായവരെ നമുക്കറിയില്ല. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ കൊല്ലത്തെ MLA ശ്രീ മുകേഷ്, ഇവിടെ സെൽഫി എടുത്തവരടക്കമുള്ള മുഴുവൻ പേരെയും പൾസർ സുനിയായിട്ട് ചെറിയ ബന്ധമുള്ളവരെ അടക്കം പോലീസ് ചോദ്യം ചെയ്യുന്നു. പൾസർ സുനിയെ 2 വർഷം ഡ്രൈവർ ആക്കി വെച്ച് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി മുകേഷിനോട് ഒരു ചോദ്യം ചോദിക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. പറയുന്നത് രാഷ്ട്രീയമല്ല, മറിച്ച് കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൗരബോധമുള്ള ആളുകൾ എന്ന നിലയിൽ പറയുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ ചിന്താ ജെറോം പറഞ്ഞല്ലോ, എന്തിനീ കേസിനെ കുറിച്ച് ആലോചിക്കുന്നു, ആ സഹോദരിക്ക് പരാതിയില്ലല്ലോ. ചിന്തയെ പോലുള്ള ചെറുപ്പക്കാരായുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വികലമായ വീക്ഷണം മുന്നോട്ട് വെച്ചാൽ ഇതുപോലെ പീഡന കേസിൽ ഇരയാവുന്ന കുട്ടികൾക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല. ആരെ ഇവരൊക്കെ അതിന് മറുപടി, അതായത് ആന്റോ, PS പ്രസാദ്, ധർമ്മജനക്കെതിരെയുള്ള കുറ്റം എന്താണ്? പൾസറുമായി ഫോട്ടോ എടുത്തു എന്നാണ്. മുകേഷിന്റെ 2 വർഷത്തെ ഡ്രൈവർ ആയിരുന്നു പൾസർ സുനി. എന്തേ മുകേഷിനോടൊരു ചോദ്യം പോലും ചോദിക്കാത്തതെന്ന ബിന്ദു കൃഷ്ണയുടെ ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? അല്ല, ഇവിടെ രണ്ടുപേരും വളരെ കൃത്യമായി 2 കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞ വാക്കുകളുമായോ ഞാൻ ഇവിടെ അവതരിപ്പിച്ച വസ്തുതകളുമായോ യാതൊരു യോജിപ്പുമില്ലാത്ത തരത്തിലാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രനും ശ്രീമതി ബിന്ദു കൃഷ്ണയും സൂചിപ്പിച്ചത്. എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഇതിനെ CBI അന്വേഷണത്തിന് വിടുന്നത് സംബന്ധിച്ചുള്ള നിലപാടാണ്. ഞാൻ അതിൽ വളരെ കൃത്യമായി എന്റെ അഭിപ്രായം പറഞ്ഞു. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷ എന്ന തരത്തിൽ ഒരു യുവനടിക്ക് പ്രശ്നമുണ്ടായപ്പോൾ ആ നടിക്ക് മറ്റൊരു പരാതി ഇല്ലാത്ത ഘട്ടത്തിൽ ഇതൊരു കേസുമായി CBI അന്വേഷണവുമായി മുന്നോട്ട് പോകണോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട അവർക്ക് അത്തരത്തിലൊരു പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ അത്തരം വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണമോ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുവാനോ അഭിപ്രായം പറയുവാനോ ഞാൻ ചിന്താ ജെറോം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചിന്താ ജെറോം പറഞ്ഞതിന് അവർക്ക് മറുപടി ഉണ്ടായിട്ടില്ല. അത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നേരത്തെ ബിന്ദു കൃഷ്ണ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, 2 വർഷം ഈ പൾസർ സുനി എൻ്റെ ഡ്രൈവർ ആയിരുന്നു എന്നാണ് മുകേഷ് പറഞ്ഞത്. പിന്നെ ക്രിമിനലാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ഒഴിവാക്കിയെന്നാണ്. അങ്ങനെ ക്രിമിനലാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നിയമപരമായി മുകേഷിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏത് നിലയിലാണ് ക്രിമിനലാണ് എന്ന് ബോധ്യപ്പെട്ടത്? പോലീസ് പറയുന്നത് മുമ്പും ഇപ്പോൾ TP സെൻകുമാറും പറയുന്നുണ്ട്, മുമ്പും പല പെൺകുട്ടികളുമായും സമാനമായ വിധത്തിൽ പൾസർ സുനി ഇടപെട്ടിട്ടുണ്ട് എന്ന്. ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാനുള്ള ബാധ്യത പോലീസിനില്ലേ? പറയാനുള്ള ബാധ്യത മുകേഷ് MLAക്കില്ലേ? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിക്ക് ഇരയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സമീപനങ്ങളും സ്വീകരിക്കണം.
അതിന് ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് പോലീസിന് തോന്നുന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യണം. അതിനകത്ത് സിനിമയിലെ അപ്രമാദിത്യമോ രാഷ്ട്രീയത്തിലെ അപ്രമാദിത്യമോ ഒന്നും നമ്മൾ ബാധകമാക്കേണ്ടതില്ല. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഏതെങ്കിലും തരത്തിൽ സംശയം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളോടാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. തുടരുക. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ കേസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 70% കാര്യങ്ങൾ സുനി വെറുതെ തള്ളുന്നതാണ്, കള്ളം പറയുകയാണ് എന്നാണ്. നോക്കൂ, പോലീസ് കസ്റ്റഡി 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചോദിച്ചാൽ പഴയ കത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുക. അതിനകത്ത് ദിലീപ് ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അത് നിയമപരമായി ദിലീപ് ഉണ്ട് എന്നതിൻ്റെ കൃത്യമായ ഡോക്യുമെൻ്റ് അല്ല. അപ്പോൾ ഈ നിലയിലൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, 2 പ്രതികളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു. ഒരേ ദിവസം തന്നെയാണ് നോക്കണം, ഒരേ വണ്ടിയിൽ വന്നവരാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇത് എവിടെയും എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമുണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ശോഭാ സുരേന്ദ്രനാണെന്ന് തോന്നുന്നു. ആളൂരിനെ ഇറക്കിയിട്ടാണ് ഈ നിലയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി CPM ശ്രമിച്ചത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ശ്രമിച്ചത് എന്നുള്ള വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആളൂരാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സുനി തന്നെയാണോ, അല്ലെങ്കിൽ സുനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ എന്നൊന്നും നമുക്ക് ബോധ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഈ ഘട്ടത്തിലുണ്ട്. അതെങ്ങനെയാണ് അന്വേഷണത്തെ ബാധിക്കാൻ പോകുന്നത്? അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഈ സ്രാവുകൾ എവിടെ പോയി? വൻ സ്രാവുകൾ എന്ന് പറഞ്ഞ ആ പ്രതി പറഞ്ഞ വാക്ക് അയാൾ എന്തുകൊണ്ട് വിഴുങ്ങി എന്നൊരു ചോദ്യമുണ്ട്. അത് ഈ 48 മണിക്കൂറിനകത്ത് നടന്നു. ഞാൻ അതിലാണത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാനൊന്ന് ചിന്താ ജെറോമിനോട് ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റില്ലിങ് കോൺഫിഡൻസ് ഓൺ പബ്ലിക് മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഐസ്ക്രീം പാർലർ കേസ് ഒന്ന് എടുക്കുക. VS അച്യുതാനന്ദൻ ഒരു വിക്ടിമും പോയതല്ലോ. ഇന്ന് എത്ര വർഷങ്ങൾ കൊണ്ട് സുപ്രീം കോടതി വരെ ഈ കേസ് നടത്തിക്കൊണ്ട് പോയത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഗ്രീവൻസിനാണോ? അദ്ദേഹം പോയത് പബ്ലിക്കിന് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ ഒരു തരത്തിലും ഒരു തെളിവുമില്ലാതായി മാറിയിട്ടും അന്വേഷണം നടന്നില്ല എന്നുള്ളത് ഓർക്കണം. അന്വേഷണം സുപ്രീം കോടതി വരെ അംഗീകരിച്ചില്ല എന്ന് ഓർക്കണം. ഞാൻ പറയട്ടെ സുപ്രീം കോർട്ട് വരെ പോകുന്നത് എന്തുകൊണ്ട്? VS അച്യുതാനന്ദന്റെ ഇൻട്രസ്റ്റ്, വിക്ടിം അല്ലേ പോകേണ്ടത്? VS അച്യുതാനന്ദന്റെ ഇൻട്രസ്റ്റ്. അതിന്റെ കാരണം ഞാൻ പറയുകയാണ്. സുപ്രീം കോടതിയിൽ അത് പോകുന്നതിന് പൊതുസമൂഹത്തിന്റെ കോൺഫിഡൻസ് ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് കൊണ്ടാണ്. അത് ചെയ്തതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതിന് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ CBI ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആവശ്യപ്പെട്ടാൽ അത് വിക്ടിം അല്ല, ബിന്ദു കൃഷ്ണയോ ശോഭാ സുരേന്ദ്രനോ പോയാൽ തെറ്റാണെന്ന് അവർ പറയരുത്. അതാണ് അതിൻ്റെ ശരി. അങ്ങനെ പോകുന്നതിൽ അപാകതയില്ല. അങ്ങനെ തെളിയിക്കപ്പെടട്ടെ. ആ തെളിയിക്കപ്പെടുന്നതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. തെളിയിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഈ ഒരു നടനെതിരെയും പറയാൻ പാടില്ല. ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ഒരു പക്ഷേ ദിലീപോ നാദൃഷയൊന്നും ആയിരിക്കില്ല അതിനകത്ത് വരുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും അറിയണ്ടേ? അതിന് അന്വേഷണം നടക്കണ്ടേ പ്രോപ്പറായിട്ട്? ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ഉണ്ട് എന്ന് പറയുന്നത് ആരാ? 1-ാം പ്രതി പറയുന്നു. അവൻ്റെ മൊഴി നിമിഷം കൊണ്ട് മാറുന്നു. അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലീസാണ് സ്റ്റേറ്റ് പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സാണ് കേരളത്തിൻ്റെത്. അത് കഴിയുന്നില്ല എന്ന് പറയുന്നതിനെ പൂർണ്ണമായും വിഴുങ്ങാൻ എനിക്ക് സാധിക്കുന്നില്ല. അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവർ പറയുന്നതിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നതിനും ബിന്ദു കൃഷ്ണ പറയുന്നതിനും ചെറിയ കഴമ്പുണ്ട്. അതിന് ആദ്യം നികേഷ് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആദ്യം ക്രൈം എടുത്ത് 2-ാം ദിവസം മുഖ്യമന്ത്രി പറയുന്നു കോൺസ്പിറസി ഇല്ല. പറഞ്ഞു കഴിഞ്ഞാണല്ലോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അഡ്വക്കേറ്റ് ആളൂർ, ഞാനിപ്പോൾ മുഹമ്മദ് ഷായോട് ചോദിച്ച ചോദ്യം താങ്കളുടെ മുമ്പിലും വെക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കൽ? അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഗുണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. ഇവിടെ കൺഫ്യൂഷന്റെ ഒരു കാര്യവുമില്ലല്ലോ. പ്രതിയെ ചോദ്യം ചെയ്യാനായിട്ട് 5 ദിവസമാണ് കസ്റ്റഡി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ തീർക്കേണ്ടതും ഇൻവെസ്റ്റിഗേഷൻ നടത്തി മൊഴികൾ രേഖപ്പെടുത്തേണ്ടതും ഒരു പോലീസിന്റെ ചുമതലയാണ്. പിന്നെ ഇവിടെ ബിന്ദു കൃഷ്ണ പറഞ്ഞ പോലെ ഞാൻ CPM-കാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ന്യായമായ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. കാരണം ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ എല്ലാവരും ആഞ്ഞടിക്കും. കാരണം അത്തരം രാഷ്ട്രീയത്തിലേക്കൊന്നും താങ്കൾ പോലെ ദയവായി. എന്റെ ചോദ്യം ഇതാണ്. സുനി ആദ്യം പറഞ്ഞു വൻ സ്രാവുകൾ ഉണ്ട് എന്ന്. ഇപ്പോൾ പറയുന്നു ചേട്ടാ എനിക്ക് മരണമൊഴി തയ്യാറാക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിനോട് പറയുമോ എന്ന്.
എന്തുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സുനി, സ്രാവുകളൊക്കെ കുറച്ച് പറഞ്ഞ സുനി പോലീസ് കസ്റ്റഡിയിൽ എത്തുമ്പോൾ മരണമൊഴി തയ്യാറാക്കാൻ സഹായിക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി? അത് തല്ലുകൊണ്ടിയതാണ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നമുക്ക് സൗകര്യമില്ല, കാരണം അങ്ങനെ ഒരു മെഡിക്കൽ റിപ്പോർട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് സുനി തകിടം മറിഞ്ഞു? സുനി ഈ കരണം മറിയുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെയാണെങ്കിൽ ആര് പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അത് മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമായി ഉണ്ടാക്കി എന്നാണോ പറയുന്നത്? ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ആദ്യത്തെ എന്റെ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷവും രണ്ടാമത് കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷവും ഉണ്ടായ നടപടിക്രമങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് എന്തെങ്കിലും ആകട്ടെ, പക്ഷെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു മൊഴി ഒരു പ്രതി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിരസിച്ച് അന്വേഷിക്കണം പോലീസിന്റെ ധർമ്മമാണ്. പോലീസ് അത് അന്വേഷിക്കുന്നില്ല. അങ്ങനെ അന്വേഷിക്കാതെ ഇത് പറഞ്ഞത് ശരിയല്ല, അത് പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ ഇന്നത് പറയണമെന്ന് പ്രതിയിൽ നിന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കുകയുമില്ല. അവസാനമായി ചിന്താ ജെറോം 30 സെക്കൻഡിൽ നോക്കൂ, കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഒരു നടി പോട്ടെ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് ഒരു പെൺകുട്ടി അതിക്രൂരമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുക. പൾസർ സുനി എന്ന് പറയുന്ന ഒരു ഡ്രൈവർ, ഒരു സാധാരണക്കാരൻ ആണ് ഇപ്പോൾ അതിനകത്ത് പ്രതിയായിട്ടുള്ളത്. 1-2 ചില്ലറ ആളുകളുമുണ്ട്. അതിനപ്പുറത്തേക്ക് ആരൊക്കെയോ ഉണ്ട് എന്നും ഇരട്ട കൊട്ടേഷനാണ് ഇത് എന്നും ഒക്കെ പോലീസ് കണ്ടെത്തുന്നു. പക്ഷെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ആ വലിയ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോവുകയാണ് എങ്കിൽ സിനിമയിലെന്നല്ല കേരള സമൂഹത്തിൽ തന്നെ നാളെ എന്തു നടക്കുമെന്നുള്ള സ്ഥിതിയാണ്. അവിടെയാണ് ബിന്ദു കൃഷ്ണയും ശോഭാ സുരേന്ദ്രനും ഒക്കെ പറയുന്നത് ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്ന്. ഇക്കാര്യത്തിൽ ഈഗോ കാണിക്കുകയല്ല വേണ്ടത്. അന്വേഷണ ഏജൻസിക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ, എത്തിപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ, സമ്മർദ്ദമുണ്ട് എങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ള ആ ധാർമ്മിക മൂല്യം കാണിക്കുമോ LDF സർക്കാർ? തീർച്ചയായിട്ടും. കാരണം പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരാണോ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ, ആ പെൺകുട്ടിക്ക് ഇത്രയും ഭീകരമായ അവസ്ഥയ്ക്ക് കാരണമാക്കിയത് ആരാണോ, അവർ തീർച്ചയായും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്ന് തന്നെയാണ് കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനോടൊപ്പം ആ ഇരയ്ക്കൊപ്പം നിൽക്കുവാൻ തന്നെയാണ് തുടക്കം മുതൽ ഏത് വിഷയത്തിനകത്തും ഞാൻ ഉൾപ്പെടെയുള്ളവർ നിന്നിട്ടുള്ളത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ വിഷയത്തെ തുടർന്ന് കേരളത്തിനകത്ത് WCC എന്ന് പറഞ്ഞ പുതിയൊരു വനിതാ സംഘടന സിനിമാ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രൂപവൽക്കരിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ജസ്റ്റിസ് D. ഹേമയുടെ നേതൃത്വത്തിൽ ഒരു 3-അംഗ കമ്മീഷനെ വെച്ച ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ തീർച്ചയായും ആ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കും. ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തീർച്ചയായും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് വലിയ ഔദാര്യമായിട്ടൊന്നും കണക്കാക്കണ്ട. സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അനഭിലഷണീയമായ വിഷയങ്ങളെ കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് ഔദാര്യമൊന്നുമല്ല. അത് ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ഇവിടുത്തെ ചാരിത്രം നശിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പാവപ്പെട്ട സ്ത്രീകളുടെ ചാരിത്രം നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മേഖലയാണ് സിനിമാ മേഖലയെന്ന് ശ്രീമതി ഇന്നസെന്റ് പറയുന്നു. സ്ത്രീകൾക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ സ്വഭാവം വിശകലനം ചെയ്തുകൊണ്ട് തിരുത്തലുണ്ടാകുന്ന രീതിയിലായിരിക്കണം ഈ സംഭവത്തിന്റെ അന്വേഷണം മാറേണ്ടത് എന്നുള്ള പൊതു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. വളരെ നന്ദി ചിന്താ ജെറോം, ശോഭാ സുരേന്ദ്രൻ, ബിന്ദു കൃഷ്ണ, മുഹമ്മദ് ഷാ, റംഷാദ്, അഡ്വക്കേറ്റ് ആളൂർ. ചർച്ചയിൽ പങ്കെടുത്ത ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.